നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൻ്റെ യാത്ര മദീനയിൽ നിന്ന് മക്കയിലേക്ക് തുടർത്തുമ്പോൾ രണ്ടുപേർ ശ്രവണസുന്ദരമായി പാടുമായിരുന്നു, ശബ്ദമുയർത്തി ആലപിക്കുമായിരുന്നു. അതിലൊന്ന് അൽ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പുരുഷന്മാരുടെ ഭാഗത്ത്. മറ്റൊരു വ്യക്തി ഹബശക്കാരനായിരുന്ന ഒരടിമയായിരുന്നു. അദ്ദേഹം അബൂ മാരിയ അൻജഷ എന്നവരായിരുന്നു. ഒരു അടിമയായിരുന്നു അദ്ദേഹം. പുരുഷന്മാരുടെ ഭാഗത്ത് അൽ ബറാ ഇബ്നു മാലിക് കവിത ചൊല്ലും, ശബ്ദം നീട്ടി ഉയർത്തി പാടും. യാത്രയിൽ ആളുകൾക്കൊരാവേശം. അതേപോലെ യാത്രാ മൃഗങ്ങളൊക്കെ ആ ശബ്ദം കേട്ട് ചലിക്കുകയും നീങ്ങുകയും ചെയ്യും. സ്ത്രീകളുടെ ഭാഗത്ത് അൻജഷ, ഹദീസിൻ്റെ പ്രയോഗം യഹ്ദു ബിനിസാഇ വകാന ഹസന സൗത്ത് ഫഹദ, കൂടെയുള്ള സ്ത്രീകളുടെ ഭാഗത്ത് അദ്ദേഹം പാടി. സുന്ദര ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം ശബ്ദമുയർത്തി പാടിയപ്പോൾ ഫഅനഖതിൽ ഇബ്ലു എന്നാണ്, ഒട്ടകങ്ങൾ വേഗത കൂട്ടി എന്നാണ്, സ്ത്രീകളും വേഗത്തിൽ മുന്നേറി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ട് ചിരി തൂകി. എന്നിട്ട് വൈഹക് യാ അൻജഷ റുവൈദക് ലാ തക്സിരിൽ ഖവാരീർ എന്ന് പറഞ്ഞു എന്നാണ്. അൻജഷയെ വിളിച്ച് കൗതുകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവധാനതയിൽ പാടാൻ പറഞ്ഞു. സ്ഫടികങ്ങൾ ഉടക്കരുതെന്ന് പറഞ്ഞു, സ്ത്രീകളെ ഉപമിച്ചു കൊണ്ടുള്ള ഒരു പ്രയോഗം. ഇവിടെ ഞാനിത് പറഞ്ഞത് യാത്രയിൽ മീട്ടി, ശബ്ദം നീട്ടി, ശബ്ദമുയർത്തി അൻജഷ പാടിയപ്പോൾ ഒട്ടകങ്ങളുടെ പ്രതികരണം, ഒട്ടകങ്ങൾ വേഗത കൂട്ടി എന്ന് പറയില്ല, ഫഅനഖതിൽ ഇബ്ലു എന്നാണ്. കേവല ശബ്ദം കേട്ടുള്ള അവയുടെ പ്രതികരണമാണ്. അല്ലാതെ അൻജഷ പാടിയ വരികളും അതിൻ്റെ പ്രയോഗഭംഗിയും ആശയഗാംഭീര്യവും അർത്ഥസമ്പുഷ്ടിയും ഇതൊന്നുമല്ല ഒട്ടകങ്ങളെ വേഗത്തിലാക്കിയത്. കാലികൾക്കുള്ള ശബ്ദങ്ങളോടുള്ള ഈ ഒരു പ്രതികരണം, കേവലം ഒച്ച കേട്ടുള്ള ഈ ഒരു പെരുമാറ്റം അല്ലാഹു സുബ്ഹാനഹു വതആല അതാണ് ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ എന്നിടത്ത് ഉദ്ദേശിക്കുന്നത്. അതെന്തിന്? അതാണ് ഇവിടെ നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ വായിക്കേണ്ട ഒരു വിഷയം. വമസലുല്ലദീന കഫറു കമസലില്ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ എന്നിടത്ത് പണ്ഡിതന്മാർ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ അടങ്ങിയ ഒരു ഉപമയാണ് വിശുദ്ധ ഖുർആനിൽ അവിശ്വാസികളുടെ വിഷയത്തിൽ ഉപമകളുണ്ട്. അവരുടെ വിശ്വാസത്തിൻ്റെ വഴികേടിനുള്ള ഉപമകൾ നമ്മുടെ ഈ ആയത്തിൽ പരാമൃഷ്ടമായത് അതാണ്. പിന്നെ അവരുടെ ആദർശത്തിൻ്റെ ദുർബലത, ആ വിഷയത്തിൽ ഉപമകൾ. യാ അയ്യുഹന്നാസു ദുരിബ മസലുൻ ഫസ്തമിഉ ലഹു എന്നൊക്കെ പറഞ്ഞിട്ട് ഈച്ചയുടെ വിഷയം, ഈച്ചയുടെ ഉപമ, അത് ആദർശ ദൗർബല്യത്തിൻ്റെ വിഷയത്തിൽ ഉപമയാണ്. ഇതേപോലെ പരലോകത്ത് പരാജയവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെയുള്ള ഉപമകൾ. അതേപോലെ കപടവിശ്വാസികളുടെ വിഷയത്തിൽ ഉപമകൾ, വിശ്വാസികൾക്കുള്ള ഉപമകൾ, ഇങ്ങനെ പല വിധത്തിൽ വിശുദ്ധ ഖുർആനിൽ ഉപമകളുണ്ട്. അവിശ്വാസിയുടെ ആദർശത്തിൻ്റെ വഴികേടും പിഴവും അതെത്രമേൽ എന്നുള്ളത് വിവരിക്കാനുള്ള ഉപമയാണ് ഇവിടെ ഈ ആയത്ത്. പക്ഷേ ഇതിൽ രണ്ട് ഉപമകളാണ്. രണ്ട് ഉപമകൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഉപമ ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹാദാ മസലുൻ ദറബഹുല്ലാഹു ലിൽ കാഫിർ യസ്മഉ മാ യുഖാലു ലഹു വലാ യഅഖിൽ കമസലിൽ ബഹീമതി തസ്മഉൻ നഈഖ വലാ തഅഖിൽ. ഈ ഉപമ ഹാദാ മസലുൻ ദറബഹുല്ലാഹു ലിൽ കാഫിർ, അവിശ്വാസിയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചതാണിത്. അവിശ്വാസി യസ്മഉ മാ യുഖാലു ലഹു, തന്നോട് പറയപ്പെടുന്നത് കേൾക്കുന്നു, വലാ യഅഖിൽ, പക്ഷേ അവൻ ഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. കമസലിൽ ബഹീമ, അവൻ്റെ ഉപമ കാലിയുടെ ഉപമ പോലെയാണ്. തസ്മഉൻ നഈഖ്, ഇടയൻ്റെ വിളി അത് കേൾക്കുന്നു, വലാ തഅഖിൽ, പക്ഷേ അത് ഗ്രഹിക്കുന്നില്ല. ഇമാം ഖതാദ ഇബ്നു ദആമ അസ്സുദൂസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മസലു ഹാദൽ കാഫിർ മസലു ഹാദിഹിൽ ബഹീമ, ഈ അവിശ്വാസിയുടെ ഉപമ അല്ലെങ്കിൽ വിശേഷണം ഈ കാലിയുടെ ഉപമയാണ്, വിശേഷണമാണ്. കാലി എന്ന് പറഞ്ഞാൽ അല്ലത്തി തസ്മഉ സൗത്ത്, അത് ശബ്ദം കേൾക്കുന്നു. വലാ തദ്രി മാ യുഖാലു ലഹ, എന്താണ് തന്നോട് പറയുന്നത് അത് അതിനറിയുന്നില്ല. ഫകദാലിക്കൽ കാഫിർ ലാ യൻതഫിഉ ബിമാ യുഖാലു ലഹ, തന്നോട് പറയപ്പെടുന്നത് കൊണ്ട് കാഫിർ ഉപകരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവിശ്വാസിക്കുള്ള ഒരു ഉപമയാണ് പറയുന്നത്. ആ ഉപമ അല്ലെങ്കിൽ വിശേഷണം അതൊരു മിണ്ടാപ്രാണിയുടെ അല്ലെങ്കിൽ കന്നുകാലിയുടെ ഉപമയാണ്. ഈ ആയത്തിൽ കുറേ കൗതുകങ്ങളും അത്ഭുതകരമായ ആശയങ്ങളും ഉള്ളടങ്ങിയിട്ടുണ്ട്.
അത് ഈ പറയപ്പെട്ട രണ്ട് ഉപമകളുടെ വിഷയത്തിലാണ്. ഇവിടെ കാലികളെ വിളിക്കുന്നവനെ പറഞ്ഞു, കാലികളെ പറഞ്ഞില്ല. അവിശ്വാസികളെ വിളിക്കുന്നവനെ പറഞ്ഞില്ല, വിളിക്കപ്പെടുന്ന അവിശ്വാസിയെ പറഞ്ഞു. അവിശ്വാസിയെ വിളിക്കുന്നവൻ ആര്? ഒച്ച വെക്കുന്ന, ബഹളം വെക്കുന്ന, വിളിക്കുന്ന ഇടയന്മാർ ആരെ വിളിക്കുന്നു? ഈ രണ്ട് ഉപമയിലും ഉപമയിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട ഘടകങ്ങൾ ഓരോന്ന് പറയപ്പെട്ടിട്ടില്ല. പക്ഷെ പറഞ്ഞതിൽ നിന്ന് പറയപ്പെടാത്തത് സുഗ്രാഹ്യമാണ്, സുവ്യക്തമാണ്.